നാളെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാകില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം കാന്തപുരം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, കാന്തപുരം സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ചർച്ചകൾ കൂടുതൽ സജീവമായി നടക്കുന്നുണ്ട്. കാരണം ഇന്നൊരു ദിവസമേ ഉള്ളൂ. നാളെ രാവിലെ യമനിൽ ശരിയത്ത് നിയമമാണ് അവർ വിചാരിച്ചത്, അവർ നടപ്പാക്കിയിരിക്കും. കാരണം കുറ്റം ചെറുതല്ല, ഒരാളെ കൊന്ന കുറ്റം കൂടിയാണ്. ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഈ കൊലപാതകത്തിന് പിന്നെ എന്തിനാണ് ആളുകൾ ഇങ്ങനെ കൊലപാതകത്തെ നിസ്സാരവൽക്കരിച്ചു കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വരുന്നുണ്ട്. അതിലൊരു കമന്റ് ഇങ്ങനെയാണ്, അത് ഞാൻ വായിക്കാം. ആ കമന്റ്: കൊലയാളികളെ എന്തിന് രക്ഷപ്പെടുത്തണം? റഹീം, നിമിഷപ്രിയ എന്നിവരെ എന്തിന് സഹായിക്കണം? വാഹനാപകട കേസുകളിലും മറ്റ് ചെറിയ കേസുകളിലുമായി ഗൾഫ് ജയിലിലുള്ള 200 പേരെ രക്ഷിക്കുവാൻ 2 കോടി രൂപ മതിയാകും. അത്തരം കേസുകളിൽ പെട്ടുപോയവർക്ക് വേണ്ടി ശബ്ദിക്കാതെ കൊലയാളിയാണെന്ന് തെളിയിക്കപ്പെട്ട റഹീമും നിമിഷപ്രിയയും അവർക്ക് വേണ്ടി കണ്ണീർ പൊഴിക്കുന്ന ലോക മലയാളികൾ. കേവലം 1000 റിയാൽ, 10,000 റിയാൽ, അതായത് 2 ലക്ഷം രൂപ ബാധ്യതയായി ഗൾഫ് ജയിലുകളിൽ കഴിയുന്ന 100 കണക്കിന് പ്രവാസികളുണ്ട്. എന്തുകൊണ്ടാണ് മലയാളി സമൂഹമേ നിങ്ങളുടെ മനസ്സുകൾ അവർക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കുന്നത്? ക്രൂരമായ കൊലയാളികൾക്ക് വേണ്ടി മലയാളികൾ പൊഴിക്കുന്ന കണ്ണീർ തുള്ളികൾ കാപട്യത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞാൽ കുറ്റം പറയുവാൻ സാധിക്കുമോ? റഹീം കേസ് വലിയൊരു വ്യാപാരമാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം സമ്പന്നരായി മാറി എന്നതാണ് യാഥാർത്ഥ്യം. കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥൻ നാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടപ്പോൾ 40 ലക്ഷത്തിന്റെ കാർ വാങ്ങി തന്റെ കറ കളഞ്ഞ സമൂഹത്തിനുമായിട്ട് അവര് സമൂഹ നന്മ കാണിച്ചു എന്നാണ് പറയുന്നത്. മാത്രമല്ല കറ കളഞ്ഞ സാമൂഹ്യ സേവനത്തിന്റെ നിത്യസ്മാരകമായി അയാൾ മാറുകയും ചെയ്തു. സൗദിയിൽ തകർന്ന മറ്റൊരാൾ ഖത്തറിൽ പോയി വലിയ രീതിയിൽ സെറ്റിലായി. ഇതാണ് തിരശ്ശീലയ്ക്കുള്ളിലെ റഹീം എന്ന വലിയ കച്ചവടത്തിന്റെ രസതന്ത്രം. നിമിഷയുടെ ചരിത്രം ബാബ ഇറങ്ങുളയുടെ കമന്റ്: നിമിഷപ്രിയ ടോമി തോമസ് ചെയ്ത കുറ്റം എന്നാണ്. സ്വന്തം ഭർത്താവിനെയും കുട്ടിയെയും യമനിൽ പോകാനായി നാട്ടിലിട്ടിട്ട് അവർ യമനിലേക്ക് പോയി. നിമിഷപ്രിയ ചെയ്തത് ഇവിടുന്ന് യമനിൽ പോയി അവിടെ സ്പോൺസർഷിപ്പിന് വിവാഹം കഴിക്കണം. അവിടെ അങ്ങനെ ഒരു നിയമം ഇല്ലെന്നാണ് പറയുന്നത്. വിവാഹം കഴിച്ചു, അതിനുശേഷം ഇയാൾ അവരെ ലൈംഗിക അടിമയാക്കി വെച്ചു, പിന്നീട് കൊലയ്ക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇപ്പൊ കൊലപാതകം യമനിൽ ചെയ്താലും ഇന്ത്യയിൽ ചെയ്താലും ഇനി കേരളത്തിൽ ചെയ്താലും ഇനി ഉഗാണ്ടയിൽ ചെയ്താലും കൊലപാതകമല്ലേ എന്നാണ് ഈ കമന്റിലുള്ളവർ ചോദിക്കുന്നത്. ഈ ഗൾഫിലൊക്കെ ചെറിയ വാഹന കേസുകളിലൊക്കെ ജയിലിൽ കിടക്കുന്നവരെ പുറത്തിറക്കാൻ ഒരാൾ പോലും ഇതുപോലെ അവർ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ട് കിടക്കുന്നവരല്ല. അവരെ ഇതുപോലെ സഹായിക്കാൻ ഒരു മനുഷ്യൻ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് വർഗീയ കമന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ചോദിച്ചതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു? സംഭവം ശരി തന്നെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ നാടും വീടും ഒരു 2-3 വയസ്സായ കുട്ടിയും ഭർത്താവിനെയും ഒക്കെ വിട്ട് വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്നവനെ പോലെ ഗതികെട്ടവും വേറെ ഇല്ല എന്നുള്ളത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഈ നിമിഷപ്രിയയുടെ കേസിൽ നമുക്കറിയില്ല നിമിഷപ്രിയയാണോ കൊലപാതകം നടത്തിയത് എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിമിഷപ്രിയയാണ് ഈ കേസിൽ കുറ്റവാളി എന്ന് കണ്ടെത്തിയിട്ട് നിമിഷപ്രിയയെ ജയിലിലാക്കിയിരിക്കുന്നത്. പിന്നീട് ഈ പല ആളുകളുടെ ഈ വാഹന കേസ്, ആ കേസ്, ഈ കേസ് എന്നൊക്കെ പറഞ്ഞ് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്നു പറഞ്ഞു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ് ആളുകളെ ഏത് രീതിയിൽ ഡൈവേർട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത്. മാധ്യമങ്ങളാണ് പ്രധാനമായിട്ടും ഈ നാട്ടിലെ പല കാര്യങ്ങളിലും അന്തിമമായ തീരുമാനമെടുക്കുന്നത്. അവരാണ് നിശ്ചയിക്കുന്നത്. അത് ഈ നിമിഷപ്രിയയുടെ കേസിലും അവരുടെ കുടുംബം ശക്തമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ സാഹചര്യം വിലയിരുത്തി അവരത് പറഞ്ഞു. ആ സാഹചര്യം പലരും വിലയിരുത്തി അന്വേഷിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, നിമിഷപ്രിയ ജയിലിലാണ് ഇത്ര വർഷമായി. അവരുടെ കുടുംബം നോക്കുമ്പോൾ ഒരു പ്രായമായ ഒരു അമ്മയാണ് ഇതിനു വേണ്ടി ഇതിൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ മനസാക്ഷിയുള്ള മലയാളികൾ സ്വാഭാവികമായിട്ട് അവരോടൊപ്പം നിൽക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ റഹീമിൻ്റെ കേസിലും അത് തന്നെ 18 വർഷം കണ്ടായെന്നാണ് എൻ്റെ ഓർമ്മ. റഹീം ജയിലിൽ കിടക്കുന്നു. റഹീമിൻ്റെ ഉമ്മയാണ് അങ്ങനെ ഒരു വിഷയം ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞ ഈ ജയിലിൽ കിടക്കുന്ന മറ്റ് ഇപ്പോൾ 200 പേര് കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. 200 ആയിരിക്കില്ല, അതിൽ കൂടുതലുണ്ടാവും സ്വാഭാവികമായിട്ടും. ഇവരുടെ ആരെങ്കിലും ഇതുപോലെ ഈ സാഹചര്യങ്ങൾ വിവരിച്ചിട്ട് മാധ്യമങ്ങളുടെ മുന്നിലോ ആരെങ്കിലും മുന്നിലെത്തിയിട്ടുണ്ട്? മാധ്യമങ്ങളുടെ മുന്നിലെത്തിയാൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുള്ളൂ. അതൊരു സത്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായിക്കോ അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ ഇവർ നിവേദനം കൊടുത്തതിനെ കൊണ്ട് അതിലൊരു റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. മാധ്യമങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോഴാണ്. ബ്ലഡ് മണി കൊടുത്തിറക്കാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ ഒരുപാട് ആളുകൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം ബോബി ചെമ്മണ്ണൂർ 1 കോടി രൂപ കൊടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിൻ്റെ ചാരിറ്റി ഫണ്ടാണത്. ആ ചാരിറ്റി ഫണ്ട് അവർ ചെയ്തേ പറ്റുള്ളൂ. ഒരു വർഷത്തിൽ ഇത്ര, അവരുടെ വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം, അവർക്ക് പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം അവർ ചാരിറ്റിക്ക് ചെയ്യണം. ആ ചാരിറ്റി ഫണ്ട് അവരങ്ങനെ ചെയ്യുന്നത് കണക്കിൽ അവർക്ക് ചാരിറ്റി കാണിച്ചാൽ മതി.
ഇനി ബോബി ചെമ്മണ്ണൂർ തന്നെ അങ്ങനെയല്ല വേറെ എമൗണ്ടാണ് എടുത്തു കൊടുക്കുന്നതെങ്കിൽ വളരെ നല്ല കാര്യം. ഈ വലിയ പറയപ്പെടുന്ന എല്ലാ ബിസിനസ്സുകാരും ഒരു 90% ആൾക്കാരും ചെയ്യുന്നത് അവർക്ക് ആ വർഷം ചിലവാക്കേണ്ട നിശ്ചിത വർഷം അവരുടെ പ്രോഫിറ്റിൻ്റെ ഇത്ര ശതമാനം ചിലവാക്കണം. ചാരിറ്റിക്ക് എന്ന് പറഞ്ഞ CSR ഫണ്ട് അത് കൊടുത്തിരിക്കണം. ആ ഫണ്ടാണ് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ വരുന്ന പ്രമാദമായ കേസുകൾ അറിയില്ലാത്ത ആളുകൾ വിചാരിക്കും എന്ത് വലിയ മനുഷ്യൻ അല്ലേ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മാത്രമല്ല. ബോബി ചെമ്മണ്ണൂർ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അദ്ദേഹം 1 കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ഓൺ ഫണ്ടിൽ നിന്നാണെങ്കിൽ പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. പക്ഷെ അയാൾ അത് കൊടുക്കാൻ മനസ്സ് കാണിച്ചു എന്നുള്ളത് അത് വലിയ കാര്യമാണ്, അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു ഇതുപോലുള്ള വലിയ കേസുകൾ ഇപ്പോൾ ഈ റഹീമിൻ്റെ കേസിൽ മാസ് ഓഡിയൻസിൻ്റെ അടുത്ത് പൈസ പിരിച്ചു. ആ പൈസ പിരിച്ചതിനകത്ത് 18 കോടിയോ 15 കോടിയോ കണ്ട് ബാലൻസ് കിടപ്പുണ്ട്. ഇപ്പോൾ അന്ന് പിരിച്ച എമൗണ്ടിൽ ഈ റഹീമിന് വേണ്ടിയിട്ട് ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ രൂപീകരിച്ചിട്ടുണ്ട്. 3 പേര് അംഗങ്ങളായിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് പിന്നീട് ഇദ്ദേഹത്തിന് ഫണ്ട് പിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നിട്ടിറങ്ങി തിരിച്ച്. ഇപ്പോൾ അവർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നിമിഷപ്രിയയുടെ കുടുംബം അവർക്കൊരു നിവേദനം കൊടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബ്ലഡ് മണി കൊടുക്കാൻ അവർ തയ്യാറാണ്. അവരുടെ കയ്യിൽ ഏകദേശം 10-18 കോടി രൂപ ബാക്കിയുണ്ട് ഈ റഹീമിൻ്റെ കേസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ 18 കോടിക്കകത്ത് ഈ 8-8.5 കോടി കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇവർ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, റഹീം ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ തീരുമാനിക്കാം ഈ പണം എന്ത് ചെയ്യണം എന്നുള്ളത്. മനസ്സിലായോ? അപ്പം ഈ നിമിഷപ്രിയയുടെ കേസല്ല, ഇപ്പം നിലവിൽ ഇത്രയും എമൗണ്ട് ബാക്കിയുള്ളത് കൊണ്ട് അതിനുള്ളിൽ നിമിഷപ്രിയയുടെ കുടുംബം ഇങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കും കൊടുക്കാൻ തയ്യാറാണ്. അതായത് ഒരു പബ്ലിക്കിൽ നിന്ന് കളക്ട് ചെയ്തൊരു തുക ഇതുപോലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നിരവധി ചാരിറ്റി എന്ന പേരിൽ പണപ്പിരിവ് നടത്തിയിട്ട് സമ്പന്നന്മാരായ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ മുന്നിൽ നമ്മൾ പേരെടുത്ത് പറയുന്നു വേണ്ട, നമുക്കറിയാം പല ആളുകളുടെയും പേര്. ചാരിറ്റി നടത്തിയതിൻ്റെ പേരിൽ ഗിഫ്റ്റായിട്ട് ഇനോവ ക്രിസ്റ്റ കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അവരുടെ നന്മ മരങ്ങൾ, ആ നന്മ മരങ്ങളല്ല ശരിക്കുള്ള ആൾ. ഇത് പബ്ലിക്കായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം കാരണം ഇവിടെ ചില ആളുകൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വിദേശത്ത് നിന്ന് ഫണ്ട് വരും ഇങ്ങോട്ട്. അതിന് വേറെ പല കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ നന്മമരങ്ങളായ ആളുകളുണ്ട് ഇവിടെ. അപ്പോൾ അതല്ല, ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ സൗദിയിലും കുവൈറ്റിലൊക്കെ ഗൾഫ് കൺട്രീസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ കുടുംബങ്ങൾ എന്താണ് അവർ ചെയ്തിരിക്കുന്ന കുറ്റം അവരെ ഇറക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ് എങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അവർ കാര്യങ്ങൾ പറയൂ. അപ്പോഴല്ലേ 4 ആൾ അറിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ അവരവിടെ കിടക്കുന്നു, നമ്മൾ സങ്കടപ്പെട്ട് കിടക്കില്ല. നമ്മൾ അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഈ നിമിഷപ്രിയയുടെ അമ്മയും മറ്റേ റഹീമിൻ്റെ ഉമ്മയും. ഇവരെ രണ്ടുപേരും വധശിക്ഷ മാറ്റിവെക്കുന്ന വധശിക്ഷ നീട്ടിവെക്കും. അതിനുള്ള കാരണം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു സിസ്റ്റം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ഈ മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം യമനിലുള്ള അവിടുത്തെ മതപണ്ഡിതന്മാരുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്നലെ രാത്രിയിലാണോ മിഞ്ഞാന്ന് രാത്രിയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ ഒരു യോഗം ചേർന്നിരുന്നു. അവിടുത്തെ മതപണ്ഡിതന്മാർ ഈ വിധി പ്രഖ്യാപിച്ച കോടതിയിലെ ജഡ്ജി, അങ്ങനെ ഇവരെല്ലാവരും കൂടെ ചേർന്നിരുന്നു. അതിൽ ഈ തലാലിൻ്റെ സഹോദരനുണ്ട്. സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ബ്ലഡ് മണി വാങ്ങിച്ചിട്ട് ആ കേസ് തീരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഈ വധശിക്ഷ ഇന്ന് മിക്കവാറും നീട്ടിവെക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പെട്ടെന്നത് മാറ്റാൻ പറ്റില്ല. കാരണം ബ്ലഡ് മണി കിട്ടിയതിന് ശേഷം അവർക്ക് കേസില്ല എന്ന്, ഈ പരാതി ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി കൊടുത്താൽ മാത്രമേ നിമിഷപ്രിയക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ എന്നിട്ട് അവിടെ നിന്ന് കേരളത്തിലേക്ക് വരുന്നതാണ്. ഇതിൽ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം നമുക്ക്. അതായത് ഈ വിദേശത്ത് പോയിട്ട് ഇതുപോലുള്ള സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകൾക്ക് അവിടെ വിവാഹം ചെയ്യണം എന്ന് നിർബന്ധമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒരു സ്പോൺസർ അവിടെ വേണം. ഇവിടെ സംഭവിച്ചത് തലാല് ഇവിടെ കൊണ്ട് നിർബന്ധിപ്പിച്ച് കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. എങ്കിൽ മാത്രമേ തലാലിന് ഇവരുടെ പേരിലുള്ള സ്വത്തും ഇവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ തലാലിന് സ്വന്തമാക്കാൻ പറ്റുമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അവിടെ തലാലിൻ്റെ കൊടിയ പീഡനങ്ങൾക്ക് ശേഷമാണ് നിമിഷപ്രിയയുടെ ഒരാളുടെ ഉപദേശത്തിൻ്റെ പുറത്ത് നിമിഷപ്രിയ ഇഞ്ചക്ഷൻ വെച്ച് കൊടുത്തിട്ട് ഉറക്കി കിടത്തിയിട്ട് അവിടുന്ന് പാസ്പോർട്ടും സംഭവങ്ങളും എടുത്ത് മുങ്ങാം എന്നുള്ളതാണ് തീരുമാനിച്ചിരുന്നത് എന്നാണ് നമ്മൾ കേട്ട വാർത്ത. ഇതൊന്നും സത്യമാകണം. ഓൾറെഡി തലാലിന് ഭാര്യയും മക്കളും ഉണ്ട്. വിവാഹമോചനം നടത്താതെ തന്നെ അവർക്ക് വരെ കല്യാണം കഴിക്കാം അല്ലേ? ചെയ്യാൻ പറ്റുമായിരിക്കും. ഇനി അയാൾ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ യമനിലൊക്കെ അങ്ങനെ ചെയ്യായിരിക്കും, ദൈവത്തിനറിയാം. അപ്പോൾ അങ്ങനെ ചെയ്ത് ആ സാഹചര്യത്തിൽ കൊടിയ പീഡനങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ തലാൽ ഇങ്ങനെ ഒരു കേസിൽ നിന്ന് തലാലിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു വരാൻ വേണ്ടി നിമിഷപ്രിയ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതാണ് വാർത്ത. ഇനി എന്താവും എന്നുള്ളത് നമുക്ക് 2 ദിവസം കൊണ്ട് അറിയാം. നാളെയാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് മിക്കവാറും അത് നീട്ടിവെക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും നിമിഷപ്രിയ തിരിച്ചു വരട്ടെ നമുക്ക് ആശംസിക്കാം.